ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ വധം യുഎസും ഇസ്രായേലും എങ്ങനെ ആസൂത്രണം ചെയ്തു എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി, അദ്ദേഹത്തിന്റെ അംഗരക്ഷകർ, മറ്റു ഉന്നത ഇറാനിയൻ ഉദ്യോഗസ്ഥർ എന്നിവരെ വധിക്കുന്നതിന് മുൻപ് വർഷങ്ങളോളം മൊസാദ് ടെഹ്റാനിലെ ട്രാഫിക് ക്യാമറകൾ ഹാക്ക് ചെയ്തുവെന്നാണ് റിപ്പോർട്ടുകൾ. ഇറാൻ ഭരണകൂടം തങ്ങളുടെ എതിരാളികളെയും സ്വന്തം ജനങ്ങളെയും നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന നഗരത്തിലെ എല്ലാ ക്യാമറകളും മൊസാദ് ഹാക്ക് ചെയ്യുകയും ഖമേനിയുടെയും അംഗരക്ഷകരുടെയും നീക്കങ്ങൾ ട്രാക്ക് ചെയ്യുകയും ചെയ്തു. ഇതിലൂടെ ഇസ്രായേൽ ഖമേനിയുടെയും അദ്ദേഹത്തിന്റെ അംഗരക്ഷകരുടെയും മറ്റു മുതിർന്ന ഇറാനി ഉദ്യോഗസ്ഥരുടെയും ജീവിതരീതികൾ വളരെക്കാലം നിരീക്ഷിച്ചു. ടെഹ്റാനിലെ ക്യാമറകളിൽ നിന്ന് ശേഖരിച്ച ചിത്രങ്ങൾ ടെൽ-അവീവിലേക്കും തെക്കൻ ഇസ്രായേലിലേക്കും അയച്ചതായി റിപ്പോർട്ടുണ്ട്. ഈ രഹസ്യാന്വേഷണം മൊസാദിന് സുപ്രീം നേതാവിന്റെ സുരക്ഷാ സംവിധാനത്തിന്റെ വിശദമായ വിവരങ്ങൾ സമാഹരിക്കാൻ സഹായിച്ചു. അംഗരക്ഷകരുടെ വീട്ടുവിലാസങ്ങൾ, ജോലി സമയക്രമങ്ങൾ, അവർക്ക് സംരക്ഷണം നൽകാൻ നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഐഡന്റിറ്റികൾ എന്നിവയെക്കുറിച്ച് ഇസ്രായേലി ഏജന്റുമാർ വിവരങ്ങൾ ശേഖരിച്ചു. മധ്യ ടെഹ്റാനിലെ പാസ്റ്റർ സ്ട്രീറ്റിലുള്ള ഖമേനിയുടെ കോമ്പൗണ്ടിലെത്തുമ്പോൾ അംഗരക്ഷകർ അവരുടെ സ്വകാര്യ വാഹനങ്ങൾ എവിടെ പാർക്ക് ചെയ്യുന്നുവെന്ന് നിരീക്ഷിക്കുവാനും മൊസാദി ക്യാമറകൾ ഉപയോഗിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. ഇറാനിയൻ നേതൃത്വത്തെക്കുറിച്ചും അവരുടെ നീക്കങ്ങളെക്കുറിച്ചും ശേഖരിച്ച വിവരങ്ങൾ തരംതിരിക്കുന്നതിന് ഇസ്രായേൽ അൽഗോരിതങ്ങൾക്കൊപ്പം AI ഉപയോഗിച്ചതായും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. കൂടാതെ ഖമേനി കൊല്ലപ്പെട്ട ദിവസം അദ്ദേഹം എവിടെയായിരുന്നുവെന്ന് കൃത്യമായി വെളിപ്പെടുത്തുന്ന വിവരങ്ങൾ US സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി നൽകി. മൊത്തം 30 മിസൈലുകളാണ് ഖമേനിയുടെ കോമ്പൗണ്ടിന് നേരെ തൊടുത്തുവിട്ടത്. അതേസമയം പ്രദേശത്തെ സെല്ലുലാർ ടവറുകൾ ഹാക്ക് ചെയ്തതിനാൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഫോണുകളിൽ മുന്നറിയിപ്പ് കോളുകൾ സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. മുൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ഏരിയൽ ഷാരോൺ ഇറാനെ പ്രധാന ലക്ഷ്യമാക്കാൻ മൊസാദിന് ഉത്തരവിട്ട 2001 മുതൽ ഓപ്പറേഷനുള്ള ആസൂത്രണം ആരംഭിച്ചെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കാന ന്യൂസ്.